കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നത് ലോസ് ഓഫ് മോഷനെ കുറിച്ചാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ലോസ് ഓഫ് മോഷനിൽ എന്തൊക്കെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അന്നേരം നേരത്തെ പറയുന്ന പോലെ നന്നായിട്ട് കഷ്ടപ്പെടുക. വളരെ 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 കുറച്ച് ദിവസം, 14 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഈ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 41 വീഡിയോസ് നമുക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കണ്ടു തീർക്കാം. പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചെയ്ത് നോക്കുക. 6 ചാപ്റ്ററിൻ്റെ അതും കഴിഞ്ഞു. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിച്ച് നല്ലപോലെ പരീക്ഷ എഴുതുക. അന്നേരം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ലോസ് ഓഫ് മോഷൻ. ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ ഉണ്ട് ന്യൂട്ടന്റെ ലോസിനെ കുറിച്ചാണ്. ഇത് രണ്ടായിട്ട് അങ്ങ് തിരിക്കാം. ന്യൂട്ടന്റെ ലോസിനെ കുറിച്ച് ആധികാരികമായി പറയുന്ന ഒരു പോർഷനും ഫ്രിക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്. അന്നേരം നിങ്ങളുടെ മനസ്സിൽ കുറെ കൺസെപ്റ്റുകൾ വേണം. ഉറപ്പായിട്ടും നിങ്ങൾ ന്യൂട്ടന്റെ 3 ലോസും പഠിച്ചുകൊണ്ട് തന്നെ പോകണം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ സ്ഥിരമായി ചോദിക്കാറുണ്ട്. തേർഡ് ലോ ആണെങ്കിൽ റിയാക്ഷൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പോലും നമ്മൾ പഠിച്ച് എഴുതി പഠിച്ചിട്ട് പോകണം. അറിയാമെന്നുള്ള കോൺഫിഡൻസിൽ ഓടിച്ചാടി കയറി കഴിഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ചിലപ്പം എഴുതാൻ നേരം നമുക്ക് യൂസ് അറിയാം, പക്ഷെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ വരരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂട്ടന്റെ 3 ലോസ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഫോഴ്സും ഇനേർഷ്യയാണ്. ഫോഴ്സും ഇനേർഷ്യയും. അന്നേരം ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ അല്ലേ? ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. സ്റ്റേറ്റ്മെന്റ്, തിയറം, സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നമ്മുടെ സ്വന്തം സെന്റൻസിൽ എഴുതാൻ പറ്റത്തില്ല, ലോ ആണ്. ഓക്കെ, ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫോഴ്സ്, ഇനേർഷ്യ. ഇമ്പോർട്ടന്റ്. സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെ? ഇമ്പൾസ്, മൊമെന്റം. നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു എളുപ്പമാർഗം ഞാൻ ഇതൊക്കെ പറഞ്ഞുതരാം. ഇതെല്ലാം നമ്മുടെ വീഡിയോസിനകത്തും എല്ലാത്തിനും ഉള്ളതാണ്. ഫോഴ്സ്, ഇനേർഷ്യ, ഇമ്പൾസ്, മൊമെന്റം. സെക്കൻഡ് ലോയിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ പോവാ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന എളുപ്പമാണ്. F = ma യുടെ പ്രൂഫ്. ഒരുപാട് വർഷങ്ങൾ ചോദിച്ചാണ് F = ma യുടെ പ്രൂഫ്. അതിൽ നിന്നും മറ്റൊരെണ്ണം ഇമ്പൾസ് = 2 വരെയേ ഉള്ളൂ. ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം. ഇങ്ങനെ സെക്കൻഡ് ലോ കംപ്ലീറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ഫാക്ടേഴ്സ്. ഇമ്പൾസ് എന്താണെന്ന് പഠിക്കുക, മൊമെന്റം, ഇമ്പൾസ്, മൊമെന്റം, 2 ഫാക്ടേഴ്സ്. അതിൽ നിന്ന് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ F = ma യുടെ പ്രൂഫ്, ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്ന പ്രൂഫ് പഠിക്കുക. ഓക്കെ വാ. തേർഡ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഒന്നുമല്ല, വളരെ ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഇൻ ലോസ് ഓഫ് മോഷൻ ആൻഡ് ദി മോസ്റ്റ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം സ്ഥിരമായി കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, റീകോയിൽ ഓഫ് എ ഗൺ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാം. അതിന്റെ പ്രോബ്ലം കൂടി ഒന്ന് നോക്കിയേക്കാം. റീകോയിൽ ഓഫ് എ ഗൺ. ഒരു പ്രിലിമിനറി സ്റ്റേജിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായി, ശക്തമായി നമുക്ക് ഈസി ആയിട്ട് ലോസ് ഓഫ് മോഷൻ നോക്കുന്ന എന്റെ വീഡിയോക്കകത്ത് ഇതെല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം വൃത്തിയായിട്ട് പഠിച്ച് ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് പഠിച്ചു തരും. അതിനകത്ത് 100% ഗ്യാരണ്ടി. അന്നേരം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, പിന്നെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലോസ് ഓഫ് മോഷനകത്ത് ഡിഡക്ഷൻ ഓഫ് ന്യൂട്ടൺ ലോസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഡക്ഷൻ ഓഫ് ന്യൂട്ടൺ ലോസ്. ന്യൂട്ടന്റെ ലോയുടെ ഡിഡക്ഷൻ പഠിച്ചിരിക്കുക. ഡിഡക്ഷൻ ആ പേര് ഓർത്ത് പഠിക്കുക. പ്രൂഫ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വിത്ത് ന്യൂട്ടൺ ലോസ്. വിത്ത് ന്യൂട്ടൺസ് ലോസ്. അടിപൊളി. അങ്ങനെ പഠിക്കണം. ഡിഡക്ഷൻ എല്ലാം പഠിക്കണം. പ്രൂഫ് ഓഫ് ലോ കൺസർവേഷൻ ലീനിയർ മൊമെന്റ് എന്താണെന്ന് അറിയാം. അത് ഡിഡക്ഷൻ, അത് പ്രൂഫ് സെക്കൻഡ് ലോയുടെയും തേർഡ് ലോയുടെയും പ്രൂഫ് കൂടെ പഠിച്ചിട്ട് പോകും. അന്നേരം അത്രയും ഭാഗത്തു നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക്
ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ. മാക്സിമം 5-6 മാർക്ക് വരെ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് വേരി ചെയ്യാം. 5-6 ചിലപ്പോൾ 7 മാർക്ക് വരെ ചോദിക്കാം, 4 മാർക്ക് ചോദിക്കാം. എന്നാലും 4, 5, 6, 7 രീതിയിൽ ഈ പാഠത്തിന് ചോദിക്കാം. കാരണം ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ ഉണ്ട്. അന്നേരം ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ, ഷുവർ 100% അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അതിൽ നിന്ന് ഫ്രിക്ഷനിലേക്ക് കയറാം. ഫ്രിക്ഷനിലേക്ക് കയറുമ്പോൾ ഫ്രിക്ഷൻ എന്താണെന്നല്ല അറിയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് static friction and kinetic friction. Very important. Loss of static friction and kinetic friction. കഴിഞ്ഞ വർഷം വരെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ മറക്കുകയരുത്. പിന്നെ വെരി ഇമ്പോർട്ടന്റ് ആംഗിൾ ഓഫ് റീപോസ്. പടം വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ഓഫ് റീപോസ്. നമ്മൾ തള്ളിക്കളയുന്ന ഒരു ടോപ്പിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടന്റ് ആംഗിൾ ഓഫ് റീപോസ്. ഇത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഉണ്ട് പഠിക്കാൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റീകോയിൽ ഓഫ് എ ഗണ്ണിന് ശേഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏത് പാർട്ടാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയും ബാങ്കിങ് ഓഫ് റോഡ്സ്. It's a very important question. Banking of roads വളരെ important question ആണ്. അതിന്റെ ഒപ്റ്റിമം സ്പീഡ് കാണാൻ എന്ന് പറഞ്ഞാൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇക്വേഷൻ v is root of rg tan theta. അതുപോലെ മാക്സിമം സ്പീഡ് കാണാൻ ഡെറിവേഷൻ പഠിക്കണം. v max is equal to root of rg tan theta plus mu by 1 minus mu tan theta. Okay, v max. Banking of roads, optimum speed. Banking of roads വളരെ important. Optimum speedും അതിന്റെ മാക്സിമം സ്പീഡും അതിന്റെ ഡെറിവേഷൻ വളരെ ശക്തവും വ്യക്തവുമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഫ്രിക്ഷൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു ചെയ്യും. ഫ്രിക്ഷൻ ഹാസ് നെസസറി ഈവിൾ. അങ്ങനെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ ഹാസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. എന്തായാലും ഫ്രിക്ഷൻ പഠിക്കുമ്പോൾ അങ്ങനെ ഒരെണ്ണോട് പ്രതീക്ഷിക്കാം. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം 10 മിനിറ്റ് പോലും നിങ്ങൾ എടുക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ അങ്ങോട്ട് എടുക്കുമ്പോഴേ ടെൻഷൻ ഇല്ലാതെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അങ്ങ് പഠിക്കുക. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോട് ചേർത്ത് ഫോഴ്സ് ഇനേർഷ്യ പഠിക്കുക. ഓക്കെ വാ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോട് ചേർത്ത് ഇമ്പൾസ് മൊമെന്റും പഠിക്കുക. അന്നേരം പ്രൂഫ് ഓഫ് എഫ് ഇസിക്കൽ എം എ പഠിക്കുക. അതിന്റെ പ്രൂഫ് പഠിക്കുക. ഇമ്പൾസ് ഇസിക്കൽ ചേഞ്ച് മൊമെന്റും പഠിക്കുക. ന്യൂട്ടന്റെ സെക്കൻഡ് തേർഡ് ലോ വരുമ്പോൾ റീകോയിൽ ഓഫ് എ ഗൺ നന്നായിട്ട് സെന്റൻസ് മേക്കിംഗ് വെച്ച് നന്നായിട്ട് പഠിക്കുക. അതിന്റെ പ്രോബ്ലം ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ടും. പിന്നെ ഡിഡക്ഷൻ ന്യൂട്ടന്റെ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ഈ എഫ് ഇസിക്കൽ ഡി പി ബൈ ഡി ടി, പി ഇസിക്കൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡ് ലോ ഒക്കെ വെച്ചിട്ടുള്ളത് എല്ലാം രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. പ്രൂഫ് ഓഫ് ലോ കൺസർവേഷൻ ലീനിയർ മൊമെന്റും ബേസ്ഡ് ഓൺ ന്യൂട്ടൺ ലോസും പഠിക്കുക. ഫ്രിക്ഷനിലോട്ട് കയറുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ടോപ്പിക്കാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഒക്കെ ആംഗിൾ ഓഫ് റീപോസിന്റെ ഡയഗ്രാം ക്ലിയർ ആയിട്ട് വരയ്ക്കണം. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഒരെണ്ണം. ബാങ്കിങ് ഓഫ് റോഡ്സ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. വൃത്തിയായിട്ട് ബാങ്കിങ് ഓഫ് റോഡ്സ് വിത്ത് ഡയഗ്രാം, നല്ല വൃത്തിയായിട്ട് ഡയഗ്രാം വരയ്ക്കണം. കൃത്യമായിട്ട് ലെറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യണം. അതിന്റെ ഒപ്റ്റിമം സ്പീഡും മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെയും ഡെറിവേഷൻ നന്നായിട്ട് എഴുതി പഠിക്കണം. അതിന്റെ പ്രോബ്ലം. പിന്നെ ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കുമ്പോഴത്തേന് ലോസ് ഓഫ് മോഷൻ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലിയർ കട്ടായി. ഇങ്ങനെ വേണം ലോസ് ഓഫ് മോഷൻ പഠിക്കാൻ. എന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാം. നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഇപ്പോഴും ഉണ്ട്. 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. കഷ്ടപ്പെടാവുന്നതിന്റെ മാക്സിമം കഷ്ടപ്പെടുക.
ആ വീഡിയോസ് കണ്ടിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ധൈര്യമായിട്ട് നമ്മൾ പോയി പരീക്ഷ എഴുതും. ഒരു ടിപ്സും ട്രിക്സും വേണ്ട, ഇതൊക്കെ ധാരാളമാണ്. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും, സൂപ്പർ മാർക്ക് കിട്ടും, 100% മാർക്ക് കിട്ടും. എന്ത് സംശയം വേണ്ട, കഷ്ടപ്പെടണം. ഞാൻ ജയിക്കാൻ വേണ്ടി പഠിക്കുന്നതല്ല, ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടിയാണ്. മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്ക്. ടാഗ് ലൈൻ ഫിക്സ്ഡ്. 2 ആഴ്ച ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും, നിങ്ങൾക്ക് കിട്ടിയിരിക്കും മാർക്ക് ഷുവർ. അല്ല, ലോസ് ഓഫ് മോഷനെ കുറിച്ച് ധാരണയായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. അന്നേരം അടുത്ത ദിവസം നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്ന വർക്ക് എനർജി പവറിലേക്ക് നമുക്ക് കയറി പോകാം. അതിലുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്ഥിരം ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസും അധ്യാപകർക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ളതുപോലെ അതിനകത്തുണ്ട്. നിർത്തുന്നു. സൈനിങ് ഓഫ്. ബൈ ബൈ, സീ യു. ഓക്കെ.